ലോക രാഷ്ട്രത്തിനെ മൊത്തത്തിൽ ഞെട്ടിച്ചതാണ് അമേരിക്ക ചെന്ന് ഒരു പ്രസിഡന്റിനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നത്. അത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ ഇതുവരെയ്ക്ക് സാധിക്കുന്നില്ലെന്നാണ് മറ്റൊരു ഫാക്ട് എന്ന് പറയുന്നത്. കാരണം ഇത് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഒരു രാത്രി അല്ലെങ്കിൽ ഒരു ഉച്ച സമയത്തായിരുന്നു, ഇന്ത്യൻ സമയം ഉച്ച സമയത്ത് എന്തുവാണ് ഈ പ്രസിഡന്റ് ട്രംപ് ഈ ഒരു കാര്യം അറിയിക്കുന്നത്. നമ്മൾ വെനിസ്വേലയിൽ പോയി അവിടുത്തെ പ്രസിഡന്റിനെ ആളുടെ ഭാര്യയും പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ടെന്നുള്ള കാര്യമേ സത്യം പറഞ്ഞ ഒന്ന് ചിന്തിച്ചു നോക്കണം. മറ്റൊരു രാജ്യത്തിന്റെ ഒരു പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നത് അത് എത്രത്തോളം എന്താ പറയാ ഒരു ഇതാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു അമേരിക്കൻ മിലിറ്ററിയുടെ പവർ എത്രത്തോളാണെന്നുള്ളത്. മീൻസ് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി അപ്പുറമാണ് ഇവരുടെ ഒരു സ്ട്രെങ്ത് എന്നുള്ള കാര്യം. കാരണം അവിടെ നടത്തിയ ഒരു നടപടി എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു പ്രോസസ്സ് എന്നാണ് പറയുന്നത്. കരയായാലും ആകാശവും ഫുള്ള് കവർ ചെയ്തെന്നാണ് പറയുന്നത്. കാരണം ഫുള്ള് അപ്പാച്ചി ഹെലികോപ്റ്റേഴ്സ് ആയാൽ പോലും F-35, നമുക്ക് ഒഫീഷ്യലി എൻ്റെ കണക്ക് കിട്ടിയിട്ടില്ല, F-35 ആയാൽ പോലും, അതുപോലെ എന്താ പറയുക നമ്മുടെ എയർക്രാഫ്റ്റ് കാരിയേഴ്സ്, US എയർക്രാഫ്റ്റ് കാരിയേഴ്സ്, അങ്ങനെ ഫുള്ളി എന്താ പറയുക മൊത്തത്തിൽ വളഞ്ഞുകൊണ്ടാണ് പ്രത്യേകിച്ച് ആ പ്രസിഡന്റ് മദൂറോന്റെ കൊട്ടാരം ഫുള്ളി തൂക്കിയെടുത്തെന്നാണ് പറയുന്നത്. അവിടെ നിന്ന് സെക്യൂരിറ്റി ഫോഴ്സ് ഇവരെ കണ്ട് ഓടി എന്നൊക്കെ ചെറിയ റൂമർ പോലെ പറയുന്നത്. ഇതൊന്നും നമുക്ക് ഒഫീഷ്യലി പറയാൻ പറ്റിയ കാര്യങ്ങളല്ല. പക്ഷെ എന്നാലും ഒന്ന് ചിന്തിക്കുക, നമ്മൾ അമേരിക്ക എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ള കാര്യമായി അത് ശരിക്കും ട്രംപ് ഇപ്പോൾ കാണിച്ചു തന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പറയേണ്ടി വരിക. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു രാജ്യത്തിൽ പോയി അവരുടെ പ്രസിഡന്റിനെ ഉറങ്ങിക്കിടക്കുമ്പോൾ പൊക്കിയെടുത്തുകൊണ്ട് വന്നിട്ട് അടുത്ത ദിവസമാണ് ലോകം മൊത്തം അറിയുന്നത്. മനസ്സിലായില്ലേ? അവിടുത്തെ ആൾക്കാർ പോലും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഒഫീഷ്യൽസ് മാത്രമേ അറിഞ്ഞിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ അത്രത്തോളം എന്താ പറയാ US മിലിറ്ററി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സംതിങ് വി ക്യാൻ ജോക്ക് അബൌട്ട്. ഇതിലെ 2026 ട്രംപ് എണ്ണം പറഞ്ഞതെന്ന് വെച്ചാൽ വി നീഡ് പീസ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ് ഇതെന്ന് വെച്ചാൽ. പുള്ളി എന്ന് വെച്ചാൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇടപെട്ടു, റഷ്യ ഉക്രൈൻ വാറിൽ ഇടപെട്ടു, അങ്ങനത്തെ കുറച്ച് യുദ്ധത്തിനെല്ലാം പോയി ഇടപെട്ടിട്ട് നോബൽ പ്രൈസ് വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ച ഒരാളാണ് ഇന്ന് ഇമാതിരി ഒരു രീതിയിൽ ചെയ്തു വെച്ചതെന്നുള്ളതാണ് മറ്റൊരു. എല്ലാം ലോക സമാധാനത്തിന് വേണ്ടി എന്നാണ് പറയുന്നത്. അത് എന്തൊരു ലോജിക്കാന്നറിയില്ല എപ്പോഴും. പക്ഷെ എന്നാലും എന്തൊക്കെ പറഞ്ഞാലും ഈ നിക്കോളാസ് മദൂറോ എന്ന് പറയുന്ന ഈ വെനിസ്വേലൻ പ്രസിഡന്റ് ബേസിക്കലി ആളൊരു എന്താ പറയുക ഏകാധിപതിയാണ്. ആൾക്ക് അത്രത്തോളം എന്താ പറയാ ഒരു ജനപ്രീതി ഇല്ല അവിടെ. സത്യം ഇപ്പൊ നോക്കിയാൽ മനസ്സിലായി, കുറെ ആളുകളൊക്കെ ഹാപ്പിയാണ് സത്യം പറഞ്ഞ് ഇങ്ങനെ സംഭവിച്ചതിൽ. ഒരുപാട് ആളുകൾ ഹാപ്പിയാണ്. അതുപോലെ അവരെന്താ പറയുക ഇറങ്ങി ഡാൻസ് കളിക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. പക്ഷെ വേറെ പല രാജ്യങ്ങളിലും ഇത് അഫ്കോഴ്സ് അല്ല, ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു രാജ്യവും ഇതിൽ എന്താ പറയാ ഇടപെട്ടിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. അവര് മൈൻഡ് പോലും ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം. അതായത് ഇപ്പൊ ഈ സംഭവം നടന്നിട്ട് ഇത്രയും ദിവസമായി, ഇതുവരെ ഒരു അക്ഷരം പോലും അവർക്ക് അമേരിക്കയ്ക്ക് ഇതിനെ മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. അത്രത്തോളം പേടിയാ അണ്ണന്മാര്. ഈ വെനിസ്വേല എന്ന് പറഞ്ഞ രാജ്യം അമേരിക്കയ്ക്ക് വേണമെന്ന് പറയുന്നത് വെച്ചാൽ അവിടുത്തെ ക്രൂഡ് ഓയിലാണ് മെയിനായിട്ട് പറയുന്നത്. 90s ഇവർ ക്രൂഡ് ഓയിൽ കണ്ടുപിടിച്ചു, അവിടെ നിന്നാണ് ചെറിയ ഡെവലപ്പ് എന്തെങ്കിലും ചെയ്ത് ഇങ്ങനെ പറഞ്ഞത്. ഈ ഇപ്പം പിടിച്ചോണ്ടുന്ന പ്രസിഡന്റ് ഒരു ചെറിയൊരു മണ്ടത്തരം കാണിച്ചതെന്ന് വെച്ചാൽ ക്രൂഡ് ഓയിലിന് വലിയ രീതിയിൽ വില ഇടിഞ്ഞപ്പം അവിടുത്തെ പോവർട്ടി എല്ലാം നികത്താൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പൈസ അച്ചടിച്ചപ്പം പണപ്പെരുപ്പുണ്ടായി. അവിടുത്തെ ഒരു വിഭാഗം ജനങ്ങൾ പറയുന്നത് വെച്ചാൽ ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിക്കാൻ ഒരു ബാഗ് നിറച്ച് പൈസ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ അവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. കാരണം അവിടുത്തെ ആ ഒരു രാജ്യം മൊത്തത്തിൽ നശിപ്പിക്കാനാണ് ഇദ്ദേഹം നോക്കിയെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ലാത്ത രീതിയിലാണ് അവിടുത്തെ എക്കണോമിക് ഗ്രോത്ത് അവർ കൊണ്ടുപോയത്. അതാണ് അവിടുത്തെ ആൾക്കാർ മെയിൻ ആയിട്ട് ഇദ്ദേഹത്തിനെതിരെ തിരിയാൻ തുടങ്ങിയത്. അല്ല, ഇതിപ്പോ ക്രൂഡ് ഓയിലിന്റെ കേസ് പറയുമ്പോൾ അവിടുത്തെ എന്താ പറയുക ഒരുപാട് ടൺ കണക്കിനുള്ള എന്താ പറയുക ക്രൂഡ് ഓയിൽ ഇപ്പോൾ ഓൾറെഡി അമേരിക്കൻ കസ്റ്റഡിയിലാണെന്നാണ് പറയുന്നത്. ഈ റെയ്ഡിന് ശേഷമേ അത് നമ്മൾ കൈ വെച്ചിരിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ എന്താ പറയാ ആ ഒരു ഓയിലും ഒരു ലക്ഷ്യമാണെന്നുള്ള കാര്യമാണ് ഇതിൽ നമുക്ക് എടുത്ത് പറയാനുള്ള കാര്യം. പിന്നെ മറ്റൊരു കാര്യം ഇപ്പൊ തലേ ദിവസം നമ്മൾ അറിഞ്ഞു, അതായത് വെനിസ്വേലൻ തീരത്തുണ്ടായിരുന്ന 3 റഷ്യൻ കപ്പലുകൾ, എണ്ണ കപ്പലുകൾ, അതിനെയും പിടിച്ചെടുത്തിരിക്കുകയാണ്. അതിനെതിരെ ഇനിയിപ്പോ എങ്ങനെയായിരിക്കും റഷ്യ പ്രതികരിക്കാൻ പോകുന്നുള്ളൊരു കാര്യം നമ്മൾ ഇപ്പൊ നോക്കിക്കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. അതാണ് ഇപ്പൊ എല്ലാവരും 3ാം ലോകമഹായുദ്ധം നടക്കുമോ ചെറിയൊരു ടെൻഷനിലായിട്ടിരിക്കുന്നത്. അതാണ് ഇത് ഈ ഒരു ട്രംപ് എന്ന് പറയുന്നത് മൊത്തത്തിൽ ഈവൻ ഇന്ത്യക്കും ചെറിയൊരു തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിനെ നിർത്തിയില്ലെങ്കിൽ 500% താരിഫ് ചുമത്തും എന്ന് പറയുന്നത്. കാരണം ഇവിടെ നിന്ന് ഇനി എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ടാക്സ് അടക്കേണ്ടി വരും. പക്ഷെ ഇതിലിപ്പോ റിയാലിറ്റി എന്ന് പറയുന്നത് ഇപ്പം മനസ്സിലാക്കാൻ പറ്റിയ സോഴ്സസ് പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്ന കുറച്ചു എന്നുള്ളൊരു കാര്യം റിയാലിറ്റി ആണെന്നാണ് ഇപ്പൊ പറയുന്നത്.
നമുക്ക് ഉറപ്പിക്കാറായിട്ടില്ലെങ്കിൽ പോലും ഇതിപ്പോ എന്താ പറയാ, ട്രംപ് തന്നെ കൺഫേം ചെയ്യുന്നുണ്ട്, ഇന്ത്യ എന്താ പറയാ ഇപ്പൊ കുറച്ചിട്ടുണ്ട്, അത്യാവശ്യം എന്താ പറയാ എണ്ണ വാങ്ങിക്കുന്നത് കുറച്ചിട്ടുണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യുന്നുണ്ട്. അപ്പോഴ് ഫുള്ളി പറഞ്ഞ ആളെന്താ ഒരു ലോക നേതാവ് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ രാജ്യങ്ങളുടെ കാര്യത്തിലും ഇടപെടുന്നുണ്ട്, എല്ലാ സമാധാനത്തിന് വേണ്ടിയെന്ന് പറഞ്ഞു കിടക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് തലേ ദിവസം പ്രസിഡന്റിനെയും പൊക്കി കൊണ്ടുവന്ന് അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ കോമഡിയാണ് സത്യം പറഞ്ഞാൽ. ജിയോ പൊളിറ്റിക്സ് എൻ്റെ എക്കാലത്തെ ഏറ്റവും എന്താ പറയുക പീക്ക് ലെവലിലൂടെ പോകുന്നു എന്ന് പറയേണ്ടി വരും. ഇനി അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് പോലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് ട്രംപിന്റെ ലാസ്റ്റ് ഭരണമാണ്, ഇനി കയറാൻ പറ്റൂല. അതിന് മുമ്പ് പുള്ളി എല്ലാം ചെയ്തു വെക്കുകയാണ്. അടുത്തിനി ഗ്രീൻലാൻഡ് വേണോന്ന് പറയുന്നുണ്ട്, അതിനി എവിടെ ചെന്നെത്തും അത് എങ്ങനെ അവസാനിക്കുമെന്ന് അറിയില്ല. പ്രത്യേകിച്ച് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് ഡെൻമാർക്കിന്റെ കീഴിൽ വരുന്ന ഒരു ടെറിട്ടറിയാണ്. പക്ഷെ ഇനിയിപ്പം ഡെൻമാർക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു ഉദ്ദേശം വല്ല ഉണ്ടെങ്കിൽ പോലും ആദ്യം റിറ്റാലിയേറ്റ് ചെയ്യുമെന്നാണ് ഡെൻമാർക്ക് പറഞ്ഞിട്ടുള്ളത്. അതിന് ശേഷമേ സംസാരമുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് ഭയങ്കര വലിയ സംഭവമായിരിക്കും. പക്ഷെ അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയില്ല. പക്ഷെ ഇതിപ്പോ എന്താണ് പോസിബിൾ അല്ലാത്തത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നടക്കൂല എന്ന് പറഞ്ഞ കാര്യം പോലും ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്നു. ഇതിൽ UN പോലും ഇതൊരു ഇടപെട്ടിട്ടില്ല. UN നോക്കണ്ട. UN ബേസിക്കലി എന്താ പറയാ ഒരു പപ്പറ്റായി മാറുന്നു എന്നുള്ള കാര്യം നമുക്കിപ്പോ പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ പണ്ട് പഠിച്ചപ്പോ എന്തോ ഭയങ്കര വലിയ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ 10ാം ക്ലാസ്സിലും 9ലും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു. പക്ഷെ വെറും എന്താ പറയാ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്താ പറയാ ഈ ടോപ്പ് 5 നേഷൻസിന്റെ കൂടെ, ടോപ്പ് 5 നേഷൻസും അല്ല, ബേസിക്കലി അമേരിക്കയുടെ കൂടെ നിൽക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ UN ചെയ്യുന്നുള്ളൂ. അല്ലാതെ UN കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് എൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. ഇത് വല്ലാത്തൊരു ട്രാജഡിക് മൊമെന്റിൽ കൂടെയാണ് ഇപ്പോൾ പോകുന്നത്. മൊത്തത്തിൽ ഫോറിൻ സ്റ്റോക്സിൽ എല്ലാം ഡൗൺ ആണ്, ഇന്ത്യൻ സ്റ്റോക്സ് എല്ലാം ഡൗൺ ആണ്. ഇപ്പം ഇനി മൊത്തത്തിൽ കരകയറി വരണമെങ്കിൽ ലോകം ഇനി ഒന്ന് ശാന്തമായിട്ട് വരണം. അതിനി എന്നാണ് ആവുമെന്ന് തമ്പുരാന് മാത്രമേ അറിയൂ. ഇപ്പൊ വലിയ വലിയ പ്രോജക്ട്സ് ആണ്. പ്രത്യേകിച്ച് ട്രംപിനിപ്പം നമ്മുടെ അമേരിക്കൻ ഡിഫൻസ് ബഡ്ജറ്റിനിപ്പോൾ കൂട്ടാൻ പോവുകയാണ്. $1 ട്രില്യൺ ഓൾറെഡി അമേരിക്കൻ ബഡ്ജറ്റിൽ മാറ്റി വയ്ക്കുന്നത് ഇത് ഡിഫൻസിന് വേണ്ടി. ഇത് 1.5 ട്രില്യൺ ആക്കണമെന്നാണ് ആളുടെ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പം മിലിറ്ററിയുടെ പൈസ ഒന്ന് ഒഴുകുകയാണ് സത്യം പറഞ്ഞ. അതുപോലെ ഈ ടാരിഫ് ഇടുന്ന ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ പൈസ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. അപ്പൊ ചുരുക്കി പറഞ്ഞ എന്താ ആളുടെ ഒരു ശൈലി എന്ന് പറയുന്നത് എന്താ, ആളുടെ വീടിനെ സംരക്ഷിക്കുക. അത് ഓഫ്കോഴ്സ് അമേരിക്കയാണ്. അപ്പൊ അമേരിക്കയെ സംരക്ഷിക്കുക, അമേരിക്കയ്ക്ക് ഗുണമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോവുക. അത് ബാക്കിയുള്ളവരെ എങ്ങനെ ബാധിക്കുമെന്ന് ആള് കെയർ ചെയ്യണില്ല. അമേരിക്കയ്ക്ക് എന്താണോ നല്ലത് അത് ആള് ചെയ്യുന്നു. അതിനപ്പുറത്ത് ആർക്ക് ദോഷം വന്നോ ഇല്ലയോ അതൊന്നും ആരും എന്താ പറയാ ട്രംപ് നോക്കുന്നില്ല. അതാണ് എൻ്റെ ഒരു കാര്യം. സോ എന്തായിരുന്നാലും ഈ ഒരു 2026 നല്ല ശുഭമായിട്ടാണ് തുടങ്ങിയത്. ഇനി എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. ഇതുകൊണ്ട് ബുദ്ധിമുട്ടായത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഇതൊരിക്കും ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ടില്ല. അമേരിക്കൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണെന്ന് ചോദിച്ചാൽ ഒന്നും പറയുന്നില്ല. മറ്റ് രാഷ്ട്രീയങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ അവരൊന്നും വാ തുറക്കുന്നില്ല. വെനിസ്വേലയിലെ മിക്ക ആൾക്കാരും ഹാപ്പിയാണ്. പക്ഷെ പുള്ളി ചെയ്തത് ശരിയാണെന്നാണ് അവിടുത്തെ ആളുകൾ ഇപ്പോഴും പറയുന്നത്. എന്തായിരുന്നാലും ഈ ഒരു യുദ്ധം കൊണ്ട് ലോകം അവസാനിക്കില്ലേ എന്ന് കണ്ടു തന്നെ അറിയണം. അപ്പോൾ അടുത്ത വഴി കാണുന്നതായിരിക്കും. ബൈ.